ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ടൂർ പോകുന്നത്. ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ തന്നെ നടപ്പാക്കിയ ടൂറാണ്. ഇവിടെ ഡാൻസ് കണ്ടില്ലേ, അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കൂടി മാത്രമല്ല ഞങ്ങൾ എല്ലാവരും തകർത്ത് ഒരു ട്രിപ്പ് തന്നെയായിരുന്നത്. ഒരു 10 മണിയോട് കൂടിയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങി. കുട്ടികൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണല്ലോ. ഒരു നല്ല സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക ചെയ്തത്. ഇഡ്ഡലിയും സാമ്പാറും ചിക്കൻ കറിയും അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണ് വരെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൈപിടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വൈബ് തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ 2 സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് മലമ്പുഴ ഡാമാണ്. ഞങ്ങൾ മുമ്പ് മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ട്, എങ്കിലും കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. ഇവിടെ എത്തിയ സമയത്ത് കുഞ്ഞു പിള്ളേർ ആദ്യം ചോദിച്ച പാർക്ക് ഉണ്ടോന്നാണ്. പക്ഷേ പാർക്കിന്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പാർക്ക് അടച്ചിട്ടേക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അക്കുപൊടിയൊക്കെ കണ്ടോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ മെയിനായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഈ വട്ടം കൂടി ഇരിക്കുന്ന സ്ഥലം കണ്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണിതതാണെന്നാണ് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞത്. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ തന്നെ ഈ ചെയർ ഫില്ലായി. ഇവിടെ ഞങ്ങൾ ഓരോ സ്ഥലത്തും നല്ല വ്യൂ പോയിന്റ് കാണുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കും. ഇതൊക്കെ അല്ലേ നമ്മുടെ ഓരോ ഓർമ്മകൾ. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിൽ ബോറടിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിന്റെ ടോപ്പിലെത്തി. ഇതൊക്കെ ഞങ്ങൾ നടന്നു വന്ന വഴികളാണ്. നല്ല രസമുണ്ട് അല്ലേ കാണാൻ. ഉയരത്തിൽ നിന്നിട്ട് കാണുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി തോന്നുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇവിടെ എത്തിയപ്പോൾ. അക്കുപടിക്ക് നടക്കാൻ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ അക്കുപടി എന്റെ ഒക്കത്തുനിന്നൊക്കെ ഇറങ്ങി അവരുടെ കൈ പിടിച്ച് നടക്കുകയാണ്. പിന്നെ ഡാമിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടം നോക്കിയാൽ മലമ്പുഴ ഡാമിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ബോട്ടിലാണ് കയറിയത്. ബോട്ടിൽ കയറിയിട്ട് കുട്ടികൾക്കൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റിയതാണ് ബോട്ടിൽ കയറിയിട്ട് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോണത് ഒരു വൈബ് തന്നെയാണ്. ഇതൊക്കെ എന്താ പറയാ, ശരിക്കും ഞങ്ങളുടെ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അമ്മമാരൊന്നും ബോട്ടിൽ കയറുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കയറിയതാണ്. ഞങ്ങൾ 14 പേരുണ്ടായിരുന്നു. ഒരു ട്രിപ്പിൽ 7 ആൾക്കാർ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പോയത്. ഞങ്ങൾ 7 പേര് ഫസ്റ്റ് ട്രിപ്പിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളവർ കയറുന്നത്. കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. അതിൻ്റെതായ ഒരു ആകാംക്ഷയൊക്കെ അവരുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോർമൽ ബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ബോട്ടിന്റെ അടുത്ത് കൂടെ സ്പീഡ് ബോട്ട് പോകുമ്പോൾ ഒരു ഒലച്ചിലുണ്ടായിരുന്നു. അതൊക്കെ ഒരു ചെറിയ പേടിയായിരുന്നു ഞങ്ങൾക്ക്. തിരിച്ചു വരുമ്പോഴേക്കും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടാണ് നിന്നത്. ഷീക്കുട്ടി അക്കൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. അടുത്ത ട്രിപ്പ് ബോട്ട് പോകുമ്പോൾ ഷീക്കുട്ടി ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് കയറണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2ാമത്തെ ട്രിപ്പുകാർ പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തൂക്കുപാലത്തുമ്മ കൂടെയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. തൂക്കുപാലത്തുമ്മ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, ചെറിയൊരു അനക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി. പിന്നെ ടൂർ പോയിട്ട് ഞങ്ങൾക്ക് അക്കുപൊടിയെ കൊണ്ട് ഒരു വാശി ഉണ്ടായിട്ടില്ല. ഷീക്കുട്ടിയെ കൊണ്ടാണ് ഒരു ചെറിയ വാശി ഉണ്ടായത്. അക്കുപൊടി നല്ല കുട്ടിയായിട്ടിരുന്നു, അതന്നെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ഡാമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചായ കുടിക്കാൻ കയറി. അവിടെ ഒരു കുരങ്ങനെ കണ്ടു. അത് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കണമായിരുന്നു നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡാം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചായയിൽ ഒതുക്കിയത്. ഞങ്ങൾ പോണത് 2ാമത്തെ സ്പോട്ടിലേക്കാണ്. മലമ്പുഴ ഡാമൊക്കെ ഞങ്ങൾ എല്ലാവരും കറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ടയർഡായി. എല്ലാവരും വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു ചെറിയ മയക്കൊക്കെ പാസ്സാക്കി. കാരണം മലമ്പുഴയിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഞങ്ങൾക്ക് പക്ഷേ റോപ്പിൽ കയറാനുള്ള സമയം കിട്ടിയില്ല. അതൊരു മിസ്സിംഗ് ആയിരുന്നു. 2ാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ആദിയോഗിയുടെ അവിടെയാണ്. ഇവിടെ എത്തിയപ്പോഴും ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയില്ല. ഫോട്ടോ എടുത്തു. എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങൾ മലമ്പുഴയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3:30 ആയി എന്ന് പറഞ്ഞല്ലോ. ഇവിടേക്ക് മലമ്പുഴയിൽ നിന്ന് 2.5 മണിക്കൂറോളം യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് നേരം വൈകി. ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ടായി. ചക്കര പക്ഷേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ ഇരുന്നിട്ട്. ചക്കര ഞങ്ങളുടെ മേമയുടെ മോളാണ്. ഞങ്ങളിവിടെ മെയിനായിട്ട് വന്നത് ഇഷ കാണാനാണ്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച സ്ഥലമാണ് ഇത്. ആദിയോഗിയുടെ അവിടേക്ക് വരിക, ഇഷ കാണുക എന്നൊക്കെ പറയുന്നത്. എൻ്റെ അനിയനാണ് ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത്. അവനാണ് പറഞ്ഞത്, ചേച്ചി നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ദിവസം ആദിയോഗിയുടെ അവിടേക്ക് പോകണം. പക്ഷെ അവൻ ബഹ്റിനിലായ കാരണം അവന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല ഇങ്ങോട്ട്. ശരിക്കും ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഡാമും ഇഷയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ശരിക്കും തകർത്ത് വാരി ഗൈസ്.